എൻ്റെ പ്രാർത്ഥന ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരെയും, ഞാനടക്കമുള്ള പലരെയും പല അർദ്ധരാത്രികളിലും പല അസമയങ്ങളിലും ഞങ്ങളുടെ വീടുകളിൽ സുരക്ഷിതരായി കൊണ്ടാക്കിയിട്ടുള്ള ഡ്രൈവർമാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സഹപ്രവർത്തകരെയും അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക. മാത്രമല്ല, ഒരു സ്ത്രീക്ക് വീടിന് അകത്തും പുറത്തും അവൾ പുരുഷന് നൽകുന്ന ബഹുമാനം അതേ അളവിൽ തിരിച്ചു കിട്ടാനുള്ള അർഹത ഒരു സ്ത്രീക്കുണ്ട്. ആ ഒരു സന്ദേശമാണ് ഞാൻ. ഗൂഢാലോചന സിദ്ധാന്തം ചർച്ചയായി. അതിന് തുടക്കമിട്ടതാകട്ടെ ദിലീപിന്റെ മുൻ ഭാര്യ മഞ്ജു വാര്യരും. തന്നെ തകർക്കാനാണ് ഗൂഢാലോചനയെന്ന് ദിലീപിന്റെ പ്രതിരോധം. എനിക്ക് നിങ്ങളോട് സംസാരിക്കുന്നത് എന്റെ പ്രേക്ഷകർ ങ്ങൾക്കപ്പുറം പോലീസിന് ദിലീപിലേക്ക് എത്താൻ മതിയായ കാരണങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പൾസർ സുനിയടക്കം മുഴുവൻ പ്രതികളെയും പിടികൂടിയെങ്കിലും VIP ആയ ദിലീപ് അന്വേഷണ പരിധിക്ക് പുറത്തായിരുന്നു. ഏപ്രിൽ 18-ന് പോലീസ് സമർപ്പിച്ച ആദ്യ കുറ്റപത്രത്തിലും ദിലീപ് ഉൾപ്പെട്ടിരുന്നില്ല. എല്ലാം സേഫ് എന്ന് കരുതിയ ഘട്ടത്തിലായിരുന്നു ആ കത്തിന്റെ വരവ്. കുന്നംകുളം സ്വദേശി സജിത്തിന്റെ വീട്ടിൽ നിന്നാണ് കത്ത് കണ്ടെത്തിയത്. ആധികാരികത ഉറപ്പിക്കാൻ സുനിയുടെ കൈയക്ഷരവുമായി ക്രൈംബ്രാഞ്ച് ഒത്തുനോക്കും. കൊട്ടേഷൻ നൽകിയത് ദിലീപ് എന്നതിന് വ്യക്തമായ സൂചനകളടങ്ങിയ കത്ത് പൾസർ സുനി സഹതടവുകാരനെ കൊണ്ട് എഴുതിച്ചതായിരുന്നു. പിന്നാലെ ദിലീപിന് ജയിലിൽ നിന്ന് 1.5 കോടി ആവശ്യപ്പെട്ട് സുനിയുടെ സഹതടവുകാരൻ വിഷ്ണു സനലിന്റെ ഫോൺ. കുരുക്കാകുമെന്ന് ഉറപ്പിച്ച ദിലീപ് DGPക്ക് മുന്നിൽ പരാതിയുമായി എത്തി. ഞാൻ ആ കത്ത് വായിച്ചിട്ട് ഇരുന്ന് ഇങ്ങനെ ഒന്നാമത് ചില വാക്കുകളുടെ ഞാൻ തിരിച്ചു വെച്ചത്. കാരണം ഞാൻ എന്റെ ലൈഫ് എന്റെ ഓർമ്മയിൽ കാണാത്ത ഒരാള് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ എന്താ എന്നെ ഉത്തരം പറയാൻ, കാരണം അതങ്ങനെ വിടാൻ തോന്നിയില്ല. അതുകൊണ്ട് തന്നെയാണ് ആ കേസ് എന്റെ കാര്യങ്ങൾ ശക്തമായിട്ട് തന്നെ പോലീസ് അന്വേഷണം, ഈ സത്യം പുറത്തു വരണം, അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും നമ്മൾ തയ്യാറാണ്. രാത്രി 12 മണിയായിട്ടും ഉച്ചയ്ക്ക് ഒന്നൊരാളെ കാണുന്നില്ല. അപ്പം എന്താണ് ഇതിനകത്ത് നടക്കുന്നത് നമുക്കൊരു അറിയാനൊരു ആകാംക്ഷ ഉണ്ടാവില്ലേ. ഞാൻ വിചാരിച്ചൊരു 1 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ ചിലപ്പം ദിലീപ് വരുന്നതാണ്. അപ്പോൾ അറിയണം എക്സിക്യൂട്ടീവ് മീറ്റിംഗ് വന്നിട്ടില്ല, ഇത്ര സമയമായിട്ട് കഴിഞ്ഞില്ല. അപ്പം എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് മാത്രം വന്നത്. 13 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ദിലീപ് അന്ന് പുറത്തേക്ക്. തന്റെ പരാതിയിൽ മൊഴിയെടുത്തതാണെന്നും കോൺഫിഡന്റ് എന്നും മറുപടി. എന്റെ പരാതിയിൽ വിശദമായിട്ടുള്ള മൊഴിയെടുപ്പും ഇതിന് ഈ കേസിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കും. 2017 ഫെബ്രുവരി 18 കേരളം മുഴുവനും ഞെട്ടിയ ഒരു രാത്രി. തെന്നിന്ത്യയിലെ തന്നെ സൂപ്പർ താരമായിട്ടുള്ള ഒരു നടിയെ ഓടുന്ന വാഹനത്തിനുള്ളിൽ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായിട്ട് ആക്രമിച്ച സംഭവം മുഴുവൻ മലയാള സിനിമ ലോകത്തെയും നടുങ്ങിച്ച ഒരു കേസാണിത്. പക്ഷേ ഈ സംഭവത്തിന്റെ വേരുകൾ 2017 തുടങ്ങുന്നത്. ഈ കഥയുടെ തുടക്കം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ്, അതായത് 2012 ദിലീപ്, മഞ്ജു വാര്യർ, കാവ്യ മാധവൻ ഇവരുടെ ബന്ധങ്ങളും സംശയം, വിരോധം, കുറ്റപത്രങ്ങൾ, ഗൂഢാലോചന ഇതൊക്കെ ചേർന്ന ഒരു വലിയ ഇരുട്ടാണ് ഈ ഒരു കേസ് എന്ന് പറയുന്നത്. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ അതിജീവിതയുടെ മൊഴി, പ്രോസിക്യൂഷന്റെ വാദം, ദിലീപിന്റെ പ്രതികരണം, 2012 മുതൽ 2017 വരെ നടന്ന എല്ലാ മുറിവുകളുടെയും ചരിത്രം എല്ലാം നമുക്ക് ക്രമത്തിലായി തന്നെ പറഞ്ഞു പോകാം. ഇവിടെ അതിജീവിതയുടെ മൊഴി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് കേസ് തെളിയിക്കാൻ ഒന്നാം സാക്ഷിയായിട്ടുള്ള അതിജീവിതയുടെ മൊഴി കരുത്താകുമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ. 2012 മുതൽ നടൻ ദിലീപിന് തന്നോട് വിരോധമുണ്ടായിരുന്നു എന്നും മഞ്ജുവുമായിട്ടുള്ള ആ ഒരു വിവാഹ ബന്ധം തകർത്തത് താനാണെന്നാണ് ദിലീപ് പലരോടും പറഞ്ഞിരുന്നത്. 2012 ലണ്ടൻ യാത്രക്കിടെ ദിലീപ് നേരിട്ട് ഇക്കാര്യം ചോദിച്ച് കാവ്യയുമായിട്ടുള്ള ബന്ധം മഞ്ജുവിനോട് പറഞ്ഞത് എന്തിനാണെന്നാണ് ചോദിച്ചത്. തെളിവുമായിട്ടാണ് മഞ്ജു വന്നതെന്ന് താൻ മറുപടി നൽകി. തനിക്കെതിരെ നിന്നവരൊന്നും മലയാള സിനിമയിൽ എങ്ങും എത്തിയിട്ടില്ല എന്ന് ദിലീപ് പറഞ്ഞു. ഇതായിരുന്നു അതിജീവിതയുടെ മൊഴി. അതുമാത്രവുമല്ല, സ്റ്റേജ് ഷോയുടെ റിഹേഴ്സൽ സമയത്ത് ദിലീപ് തന്നോട് സംസാരിച്ചിരുന്നില്ല എന്നും ദിലീപുമായിട്ടുള്ള പ്രശ്നം പറഞ്ഞു തീർക്കണമെന്ന് സിനിമാ മേഖലയിലുള്ള പലരും തന്നോട് പറഞ്ഞിരുന്നു എന്നും അതിജീവിതയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. അതിജീവിതയെ ബലാത്സംഗം ചെയ്യാൻ മുൻപും ശ്രമം നടന്നിരുന്നു. അതായത് 2017 ഗോവയിലെ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്ന സമയത്ത് നടിയെ അതിക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ ഇത് നടന്നിരുന്നില്ല. ജനുവരി 3 നടി എയർപോർട്ടിൽ നിന്ന് കൂട്ടിയത് പൾസർ സുനിയായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും ഇയാൾ നടിയുടെ ഡ്രൈവറായിരുന്നു. ബലാത്സംഗം ചെയ്യാൻ വാഹനം തേടി ജനുവരി 3 സുനി സെന്തിൽ കുമാർ എന്നയാളെ വിളിക്കുകയും ഇതിന്റെ തെളിവുകളും കോടതിയിൽ എത്തിയിട്ടുണ്ട്. ഈ കേസിലെ അതിജീവിതയായിരുന്നില്ല മഞ്ജു വാര്യരോട് ദിലീപ് കാവ്യ ബന്ധത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞിരുന്നത്. ആ ബന്ധത്തെക്കുറിച്ച് പലരിൽ നിന്നുമായിട്ട് മഞ്ജു കേട്ടിരുന്നു. തന്റെ അടുത്ത സുഹൃത്തായിട്ടും എന്തുകൊണ്ട് അതിജീവിത ഇതൊന്നും പറഞ്ഞില്ല എന്ന് മാത്രമായിരുന്നു മഞ്ജുവിന്റെ സംശയം.
നടിയെ ആക്രമിക്കാൻ മുൻപ് ശ്രമം നടത്തിയിരുന്നതായും പ്രോസിക്യൂഷൻ കോടതിയിൽ വെളിപ്പെടുത്തുകയും ചെയ്തു. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണയ്ക്കിടെയാണ് പ്രോസിക്യൂഷൻ ഇക്കാര്യം അറിയിച്ചിരുന്നത്. 2017 ജനുവരി 3 ഗോവയിൽ വെച്ച് കുറ്റകൃത്യം നടത്താനായിരുന്നു ഇവർ പദ്ധതിയിട്ടിരുന്നത്. നടി നായികയായ സിനിമ ചിത്രീകരിച്ചിരുന്നത് ഗോവയിൽ വെച്ചായിരുന്നു. അപ്പോൾ ആക്രമിക്കാനായിരുന്നു ഇവർ പദ്ധതിയിട്ടിരുന്നത്. നടിയെ വിമാനത്താവളത്തിൽ നിന്നും കൂട്ടിയത് പൾസർ സുനിയാണ്. തുടർന്നുള്ള ദിവസങ്ങളിലും ഇയാൾ തന്നെയാണ് നടിയുടെ ഡ്രൈവർ ആയിരുന്നത്. ഷൂട്ടിംഗ് കഴിഞ്ഞ് റോഡ് മാർഗം കൊച്ചിയിലേക്ക് വരുമെന്നായിരുന്നു സംഘം കണക്കുകൂട്ടിയിരുന്നത്. ഈ യാത്രയ്ക്കിടെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാനായിരുന്നു അവര് പദ്ധതിയിട്ടിരുന്നത്. ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടതോടെയാണ് ഫെബ്രുവരി 17 കൃത്യം നടപ്പാക്കിയത്. കുറ്റകൃത്യത്തിന്റെ മാസ്റ്റർ കോൺസ്പിറേറ്റർ പ്രധാന ഗൂഢാലോചകൻ ദിലീപ് ആണെന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നുണ്ട്. 2017 ജനുവരി 2 പൾസർ സുനി ഗോവയിലെത്തി. തുടർന്ന് നടിയുടെ വാഹനത്തിൽ ഡ്രൈവറായി. നടിയോടൊപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റ് ശരവണനും ഉണ്ടായിരുന്നു. ആദ്യം പദ്ധതി നടപ്പാക്കുന്നതിന് തടസ്സമായതും ഇതൊക്കെയായിരുന്നു കാരണം. അതിനുശേഷവും നടിയെ ആക്രമിക്കാനുള്ള സൗകര്യം നോക്കി പൾസർ സുനി കാത്തിരുന്നു. ഒരു ട്രാവലർ സംഘടിപ്പിച്ച് ആ വാഹനത്തിനുള്ളിൽ നടിയെ ബലാത്സംഗം ചെയ്ത് ദൃശ്യം പകർത്താനായിരുന്നു പൾസർ സുനിയുടെ കൊട്ടേഷൻ. ദൗത്യത്തിന് വേണ്ടിയിട്ട് വാഹനം ലഭിക്കുമോ എന്ന് ചോദിച്ച് പൾസർ സുനി കേസിന് 173 സാക്ഷിയായി സെന്തിൽ കുമാറിനെ പൾസർ സുനി വിളിച്ചിരുന്നു. 4ാം പ്രതി വിജീഷിനെ 20 തവണ വിളിച്ചിരുന്നു. 2ാം പ്രതി മാർട്ടിനെയും 3ാം പ്രതി മണികണ്ഠനെയും സുനിൽകുമാർ ഗോവയിൽ നിന്ന് വിളിച്ചിരുന്നു. ജനുവരി 5 അപ്രതീക്ഷിതമായിട്ട് നടി കേരളത്തിലേക്ക് മടങ്ങിയതോടെ ആ ഒരു ശ്രമം പരാജയപ്പെടുകയായിരുന്നു. നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ആദ്യം ആരോപിക്കുന്നതും ദിലീപിന്റെ ആദ്യ ഭാര്യ കൂടിയായിട്ടുള്ള നടി മഞ്ജു വാര്യരാണ്. ആക്രമിക്കപ്പെട്ട നടിയുടെ അടുത്ത സുഹൃത്തു കൂടിയാണ് മഞ്ജു. മഞ്ജു ആക്രമിക്കപ്പെട്ടതിന്റെ അടുത്ത ദിവസം കൊച്ചിയിലെ ദർബാർ ഹാളിൽ ചേർന്ന സിനിമാ പ്രവർത്തകരുടെ പ്രതിഷേധ കൂട്ടായ്മയിലായിരുന്നു മഞ്ജു ഗൂഢാലോചന ആരോപിച്ചത്. ഇതിന് പിന്നാലെയാണ് ചർച്ചകൾ ദിലീപിലേക്ക് എത്തിയത്. ഇവിടെ ദിലീപിന്റെ പങ്ക് അന്വേഷിക്കേണ്ടത് ആവശ്യകത വളരെയധികം ചർച്ചയാക്കി. പക്ഷെ അന്നാരും ദിലീപിനെ തൊട്ടില്ല. പക്ഷേ മഞ്ജുവിന്റെ ആ ഒരു പ്രസ്താവന ദിലീപിനെ ഏറെ ചിന്തിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ദിലീപ് SMS അയച്ചത്. തെറ്റ് ചെയ്യാത്ത ഞാൻ സമ്മർദ്ദത്തിൽ, ഇതായിരുന്നു അത്രേ ആ ഒരു സന്ദേശം. 2017 ഫെബ്രുവരി 18 കേരളം ഉണർന്നതും ഈ ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത കേട്ടായിരുന്നു. തെന്നിന്ത്യയിലെ തന്നെ സൂപ്പർ താരമായ നായികയായ കൊച്ചിയിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയി ഓടുന്ന വാഹനത്തിൽ വെച്ച് ക്രൂര പീഡനത്തിന് ഇരയാക്കി എന്നുള്ള വാർത്ത. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അക്രമികൾ പിടിയിലാവുകയും ചെയ്തു. ജൂൺ 28 കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപിനെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ കേരളം ഒന്ന് വീണ്ടും ഞെട്ടി. ജൂലൈ 10 ദിലീപ് അറസ്റ്റും ചെയ്യപ്പെട്ടു. രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കൊട്ടേഷൻ പീഡനം ദിലീപിനെതിരെ ആരോപിക്കപ്പെട്ടു. കേസിലെ 8ാം പ്രതിയായ ദിലീപ് ഗൂഢാലോചന നടത്തി കൊട്ടേഷൻ കൊടുത്ത് നടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തി എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഈ വാദത്തിന് ബലം നൽകുന്നതായിരുന്നു പിണറായിക്ക് ദിലീപ് അയച്ച ആ ഒരു സന്ദേശം എന്ന് പ്രോസിക്യൂഷനും പറയും. ഏതായാലും ആ ഒരു സന്ദേശം ദിലീപ് അയക്കാൻ കാരണം മഞ്ജു വാര്യരുടെ വാക്കുകളാണ്. താരസംഘടനയായ അമ്മയും ആ ഒരു പ്രതിഷേധ പരിപാടിയുടെ സംഘാടകർ എന്ന് പറയുന്നത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെട്ട വിഷയം തന്നെയാണിത്. എത്രയോ തവണ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഓരോ പുതിയ വെളിപ്പെടുത്തൽ വരുമ്പോഴും സംവാദം വീണ്ടും ചൂടുപിടിക്കുകയും ചെയ്യുന്നുണ്ടാകും. പക്ഷേ ഇതുവരെ എല്ലാവരും അതേ ചോദ്യം തന്നെയാണ് വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. എന്തായാലും ഇതൊരു സാധാരണ സിനിമാ തർക്കമോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധമോ അല്ല. വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന പല പേരുകളും ഉൾപ്പെടുന്ന വൻ ഗൂഢാലോചന ആരോപണങ്ങളുള്ള ഒരു കേസാണിത്. ഇരയായ ഒരു നടിയുടെ മൊഴിയും പ്രോസിക്യൂഷൻ നൽകിയ തെളിവുകളും പ്രതിഭാഗം ഉന്നയിക്കുന്ന വാദങ്ങളും എല്ലാം കേൾക്കാതെ ഒരു പക്ഷത്തേക്കോ മറ്റോ ചാടുന്നത് ശരിയല്ല. ഒരു സമൂഹമായി നമ്മൾ വേണം മനസ്സിലാക്കാൻ വേദനിക്കപ്പെട്ട ഒരാളുടെ ശബ്ദം എത്ര പ്രധാനമാണെന്നും ഒരു പക്ഷേ കുറ്റം ആരോപിക്കപ്പെട്ട ഒരാളും നിയമത്തിന്റെ മുന്നിൽ തെളിയുന്നത് വരെ കുറ്റക്കാരനല്ല എന്ന സത്യം. സോഷ്യൽ മീഡിയയുടെ ശബ്ദം പലപ്പോഴും വിചാരണയ്ക്ക് മുന്നേ തന്നെ വിചാരണ നടത്താറുണ്ട്. പക്ഷെ ഇത്തരം കേസുകൾ പുറത്ത് വലിയ ആഘാതമുള്ളവ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചോദിക്കേണ്ടത് ഒരൊറ്റ ചോദ്യം: ന്യായം ആര് തേടിപ്പോകും എന്നുള്ളത്. അവസാനമായി ജയിക്കേണ്ടത് കേസിലെ ഓരോ മൊഴിയും, ഒരു ഫോൺ റെക്കോർഡിങ്ങും, ഒരു യാത്രാ വിവരവും, ഒരു ബന്ധത്തിന്റെ തകർച്ചയും. ഇതാണ് ഈ ഒരു കേസ്. എന്തായാലും ഇതൊരു സിമ്പിൾ ഗോസിപ്പ് ആയിരുന്നില്ല എന്നും അതൊരു വലിയ അന്വേഷണ കഥയാണെന്നും ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു കേസിന്റെ അവസാനം സത്യം പറയേണ്ടത് കോടതിയാണ്. അങ്ങനെ സത്യം പുറത്തു വരുന്ന ദിവസമാണ് സമൂഹം മുഴുവനും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്.
ഈ ഒരു കേസ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ സിനിമാ ലോകത്തിന്റെ തിളക്കത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഇരുട്ടും ബന്ധങ്ങളും വിരോധങ്ങളും സിസ്റ്റത്തിന്റെ പാലങ്ങളും എല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാലും അവസാനമായിട്ട് പറയുകയാണെങ്കിൽ സംഘർഷം, നീതി, ഉത്തരവാദിത്വം ഇതൊരു കേസല്ല എന്ന് മാത്രം. ബന്ധങ്ങൾ തകർന്ന ഒരു കഥയുമാണ്. വർഷങ്ങളോളം തുടർന്ന ഒരു വിരോധം ഒരു ഗൂഢാലോചനയിലേക്ക് വളർന്നു എന്ന് പ്രോസിക്യൂഷനും പറയുന്നു. ഈ കഥയിലെ ഒരു നടി, ഒരു അതിജീവിത, ഒരു താരദമ്പതി, അതുപോലെ തന്നെ ഒരു വ്യവസായത്തിന്റെ ഇരുണ്ട വശങ്ങൾ, രാജ്യത്തെ ഞെട്ടിച്ച ഒരു കുറ്റം എല്ലാം ഒത്തുചേരുന്നു. അവസാനം എന്താണ് സത്യമെന്ന് കോടതി പറയാനിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള കേസുകൾ നമ്മെ ഒരൊറ്റ കാര്യമാണ് പഠിപ്പിക്കുന്നത്. സിനിമാ ലോകത്തിന്റെ തിളക്കത്തിനുള്ളിൽ പലപ്പോഴും കാണാത്ത ഇരുട്ടുകളുണ്ട്. എന്തായാലും ആ ഇരുട്ടിൽ നിന്ന് ഇപ്പോൾ സത്യം പുറത്തു കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തായാലും ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. പിന്തുണയ്ക്കാനും മറക്കരുത്. കൂടുതൽ ഇത്തരത്തിലുള്ള ആഴത്തിലുള്ള വിശകലനങ്ങൾ ഞങ്ങൾ കൊണ്ടുവരും.